പ്രശാന്തേട്ട, കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് വഖഫ് ബിൽ പാസ്സാകുമെന്ന്. പക്ഷെ പാസ്സായിട്ടില്ല. അപ്പോൾ വരുന്ന സമ്മേളനത്തെങ്കിലെങ്കിലും പാസ്സാക്കുമോ BJP? അറിയത്തില്ല. BJPക്ക് അതിനകത്ത് പഴയതുപോലെ ധൃതിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, BJP ഈ വിഷയം മറ്റ് പല വിഷയങ്ങളും അന്തരീക്ഷത്തിൽ ഇട്ട് കൊടുക്കുന്നതിൽ അന്തരീക്ഷത്തിൽ ഇട്ട് കൊടുത്തേക്കുക. ഇത് അന്തരീക്ഷത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കട്ടെ, എന്നിട്ട് ജനം തീരുമാനിക്കട്ടെ ഇത് വേണോ വേണ്ടായോ എന്നുള്ളത്. പക്ഷേ BJPക്കാർ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. മോദിയും അമിത്ഷായും ഈ പറയുന്ന ഡോവലും ഒക്കെ കൂടി അവർ വളരെ ബുദ്ധിപൂർവ്വം അവർ ഇന്ത്യയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് പ്രോപ്പർട്ടികൾ സംരക്ഷിക്കുന്നതിന് അവർ നേരത്തെ കരുതിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ആരും അറിയാതെ പോയൊരു സംഭവമാണ്. വഖഫ് നിയമം ഭേദഗതി ചെയ്യുകയോ ചെയ്യാതിരിക്കുമോ, അല്ലെങ്കിൽ വഖഫ് നിയമം 2013 ഇവ 2014 അത് എഴുതുന്നത്, അതേ രീതിയിൽ ഭേദഗതി ചെയ്ത ആ നിയമം അന്ന് അവർക്ക് BJP വലുതായിട്ട് അതിനകത്ത് എതിർത്തൊന്നുമില്ല. കാരണം എതിർത്തിട്ട് കാര്യമില്ലെന്നറിയാം. ഇത് വളരെ ഗൂഢാലോചനയോട് കൂടി അവർ ഭരണത്തിൽ വരുമ്പോൾ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടാവും. ഒരുപക്ഷെ 2014 അവർ ഭരണത്തിൽ വന്നു. അതിനുശേഷം അവർ വളരെ കരുതലോടുകൂടി അവരിതിനെപ്പറ്റി വളരെ ദീർഘവീക്ഷണത്തിലാണ് BJPയുടെ പോക്കെന്ന് ഇപ്പം നമുക്ക് പല കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. 2016 അവർ ഒരു ബില്ലിന് ഭേദഗതി കൊണ്ടുവന്നു. ഒരു ബില്ലെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം ഒരു നടൻ അദ്ദേഹത്തെ കുത്തുന്നു, അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം തിരിച്ചു വരുമ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളതിനകത്ത് വാർത്ത വരുന്നു, നടൻ്റെ 1500 കോടി രൂപയുടെ പ്രോപ്പർട്ടി പിടിച്ചെടുത്തു. എനിമി പ്രോപ്പർട്ടി. അപ്പോൾ എനിമി പ്രോപ്പർട്ടി എന്താ നമ്മൾ പഠിച്ചപ്പോൾ എനിമി പ്രോപ്പർട്ടി ഇതുപോലെ ഇവിടുന്ന് പാകിസ്ഥാനിൽ പോയവരുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ചൈനയിൽ പോയവരുടെ പ്രോപ്പർട്ടി, ഈ 2 രാജ്യങ്ങളുമാണ് നമ്മുടെ ശത്രു രാജ്യങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പ്രോപ്പർട്ടി ഗവൺമെൻറ്റിന് കണ്ടുകെട്ടാൻ നിയമമുണ്ട്. ആ പ്രോപ്പർട്ടി ആരുടെ കയ്യിലിരുന്നാലും അത് അവരുടെ കയ്യിലിരിക്കത്തില്ല എന്നുള്ളതാണ്. ഇത് 1968 ഈ നിയമം ഉണ്ടായതാണ്. ഇത്തരത്തിൽ അത് പക്ഷേ അതങ്ങനെ ആരും ശ്രദ്ധിക്കാതെ അങ്ങനെ അത്ര പ്രോപ്പർട്ടി ആരുടെയും ഉണ്ടെന്നോ അല്ലെങ്കിൽ ആര് കൊടുത്തു ഇതിനെപ്പറ്റിയൊന്നും ആരും ശ്രദ്ധ വരുന്നില്ലല്ലോ. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അന്ന് 2016 ഇതിനകത്തൊരു ഭേദഗതി കൊണ്ടുവന്നു. ഈ ഗവൺമെൻറ് ഒരു ഭേദഗതി മിനിമം പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയുന്ന ഈ ബില്ലിനകത്ത് കൊണ്ടുവന്ന ഭേദഗതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി ഗവൺമെൻറ്റിന് അസസ് ചെയ്യാം. എവിടൊക്കെ എനിമി പ്രോപ്പർട്ടി ഉണ്ടെന്ന് അസസ് ചെയ്യാം. ഗവൺമെൻറ് കണ്ടെത്താൻ സാധിക്കും. അത് ആരുടെയൊക്കെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കും. പുതിയതായിട്ട് ഇതിനകത്തൊരു കൂടുതലായിട്ടൊരു കൂടിച്ചേർക്കൽ കൂടി വന്നെന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്ത് നിന്ന് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ പ്രോപ്പർട്ടിയും എനിമി പ്രോപ്പർട്ടി ആക്ടിനകത്ത് വരും. അത് ഗവൺമെൻറ്റിന് പിടിച്ചെടുക്കാൻ പറ്റും. അത് ഗവൺമെൻറ് മുസ്ലിമിൻ്റെ എന്നല്ല, ഹിന്ദുവിൻ്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ആയാലും ബുദ്ധൻ്റെ ആയാലും ജൈനൻ്റെ ആയാലും ആരുടേതായാലും. അപ്പം ആ രീതിയിലേക്ക് ആ നിയമം കൊണ്ടുവന്നു. ഇപ്പം ഈ അദ്ദേഹം 2016 വന്നു. അതിന് ശേഷം 10 കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ മൂന്നാം മോദി സർക്കാർ സമയത്താണല്ലോ വന്നത്. അപ്പം ഒരുപക്ഷെ അവർ കണക്ക് കൂട്ടി കാണുമായിരിക്കും. ഈ പറയുന്ന വന്നു കഴിയുമ്പോൾ ആദ്യമേ ഈ വഖഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പിടിച്ചെടുത്തൊന്നും ആർക്കും ക്ലെയിം ഇല്ലാത്ത അല്ലെങ്കിൽ ആർക്കും കുഴപ്പമില്ലാത്ത പ്രോപ്പർട്ടികളായിരുന്നിരിക്കും. ഇപ്പോഴാണല്ലോ ജനവാസ കേന്ദ്രത്തിലേക്കും അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നമ്മളുടെ ഹിന്ദു ഭൂരിപക്ഷ മേഖലയിലേക്കും ഏറ്റവും നല്ല പ്രോപ്പർട്ടികൾ കണ്ണുവെച്ചിട്ട് അവരുടേതാണെന്ന് ക്ലെയിം ചെയ്തിട്ട് നോട്ടീസ് കൊടുത്തു പോകുന്നൊരവസ്ഥ ഉണ്ടായി. അതൊരു പക്ഷേ നേരത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്ന ആ കാലാകാലത്തിൽ ഇത് സംഭവിക്കുമെന്ന്. അതായത് ഈ ഒരു നിയമം ഉപയോഗിച്ച് ഒരു ഭൂമി കയ്യേറ്റം അല്ലെങ്കിൽ ഭൂമി പിടിച്ചെടുക്കൽ എന്നുള്ള കാര്യം നടന്നു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പലയിടത്തും ഇപ്പം പക്ക ഭേദഗതി കൊണ്ടുവരാൻ വന്നപ്പോഴത്തേനും ചെറുപറ നോട്ടീസ് കൊടുത്തു. അതായത് മുൻകാല പ്രാബല്യം വന്നില്ലെങ്കിൽ അത് മൊത്തം നോട്ടീസ് കൊടുത്ത ക്ലെയിം അവരുടെ ഇരിക്കുക. പ്രോപ്പർട്ടിക്കകത്ത് തീരുമാനം എടുക്കേണ്ട ആരാ? ട്രൈബ്യൂണലാണ് തീരുമാനം. അപ്പം ഈ എനിമി പ്രോപ്പർട്ടി ബില്ലിനകത്ത് ആരാ തീരുമാനം എടുക്കണ്ടേ? ആഭ്യന്തര മന്ത്രാലയം തീരുമാനം എടുക്കേണ്ടത്. അതിനകത്ത് കോടതിക്കൊന്നും ഇടപെടാൻ പറ്റത്തില്ല. ആഭ്യന്തരമന്ത്രിക്ക് തീരുമാനിക്കുക, ആ മന്ത്രാലയത്തിന് തീരുമാനിക്കുക. അപ്പം ഈ എനിമി പ്രോപ്പർട്ടി നിയമം വന്ന് അല്ലെങ്കിൽ 2015 ഭേദഗതി വന്ന് ഇപ്പോൾ അത് ഏറ്റവും അടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അത് ഗവൺമെൻറ് മൊത്തം പ്രോപ്പർട്ടി മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 40ഓളം പ്രോപ്പർട്ടി കേരളത്തിൽ നിന്ന് മാത്രമുണ്ട്. ഈ പ്രോപ്പർട്ടി എല്ലാം ഓരോരുത്തരുടെ കയ്യിലിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീജിത്തിൻ്റെ ആൾ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ, ചൈനയിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോയിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി ശ്രീത്തിന് തന്നിട്ടാണ് പോയേക്കുന്നത്. ശ്രീത്ത് ഇത് വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കാൻ കരം അടച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ശ്രീത്ത് ചിലപ്പോൾ കെട്ടിടം വെച്ചിട്ടുണ്ടാകും, ശ്രീത്തിൻ്റെ പിള്ളേർക്ക് വീതം വെച്ച് കൊടുത്തിട്ടുണ്ടാകും, ശ്രീത്ത് വിറ്റിട്ടുണ്ടാവും. ഈ പ്രോപ്പർട്ടിയൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. എങ്ങനായാലും തിരിച്ചു പിടിക്കാൻ പറ്റും. ആ പോയതിൻ്റെ അത് ക്ലെയിം. അതുപോലെ തന്നെ വഖഫ് നിയമത്തിനകത്ത് വരുന്ന 9 ലക്ഷത്തോളം പ്രോപ്പർട്ടി ഉണ്ട്. അതിപ്പം ആദ്യഘട്ടം തന്നെ പരിശോധിക്കുമ്പോൾ 75% പ്രോപ്പർട്ടി ഇതുപോലെ പറയുന്ന എനിമി പ്രോപ്പർട്ടി ആയിട്ട് വരും. ഇതുപോലെ അവിടെ പോയവൻ്റെ പ്രോപ്പർട്ടിയാണ് അത് പറയുന്ന അവർ വഖഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസൽ ഗഫൂർ പറയുന്നുണ്ട് പ്രാവശ്യം. അദ്ദേഹത്തിന് പോലും ഈ നിയമത്തെപ്പറ്റി വലിയ വശമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഫസൽ ഗഫൂർ ആണല്ലോ ഇതിനകത്ത് ന്യായമുള്ള കാര്യം. അല്ലെങ്കിൽ അള്ളാഹുവിന് കൊടുക്കുന്ന ഭൂമിയാണ്, അതാരെങ്കിലും ദാനം കൊടുക്കുന്നതാണ്. ഇത് മുക്കാലും ഉള്ള ഭൂമി ഇവിടുന്ന് ഈ ഭൂമി അങ്ങ്
പാകിസ്ഥാനിൽ പോയവർ ഇവിടെ വക്കഫിനെ ഏൽപ്പിച്ചിട്ട് പോയത്. അങ്ങനെ പാകിസ്ഥാനിൽ പോയ അവൻ ഇവിടുന്ന് പോകാൻ തീരുമാനമായി. അവൻ്റെ ഇവിടെ കിടക്കുന്ന പ്രോപ്പർട്ടി ആരെ ഏൽപ്പിക്കണമെന്നുള്ള കാര്യം ഗവൺമെൻറ് തീരുമാനം. നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ പ്രമാണം എഴുതി വെക്കുമല്ലോ. ഇപ്പോൾ ശ്രീത്തിൻ്റെ പേരിൽ ചിലപ്പോൾ വസ്തു കാണുമായിരിക്കും, എൻ്റെ പേര് വസ്തു കാണും. പ്രമാണം എന്തോ യഥാർത്ഥത്തിൽ പ്രമാണത്തിനകത്ത് വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ദീർഘമായിട്ടൊന്ന് വായിച്ചു നോക്കണം വീട്ടിൽ ചെന്നിട്ട്. നമ്മളെല്ലാം ഗവൺമെൻറ്റിൻ്റെ വാടകക്കാരാണ്. ഏത് സമയം നമ്മുടെ ഭൂമി പോലും ഗവൺമെൻറ്റിന് ഒരു സ്ഥായി ആവശ്യം വന്നാൽ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാം. പിന്നെ ഇനിയിപ്പം നമുക്കൊരു പൈസ തരണം അങ്ങനെയല്ല. പക്ഷേ ഗവൺമെൻറ് ഭൂമി തന്നെ ആ സ്ഥാനത്താണ് ഇവിടുന്ന് കൊടുത്തിട്ട് പോയതിൻ്റെ ഭൂമി നമ്മുടെ കയ്യിൽ വെച്ച്. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന വഖഫ് ഭേദഗതി എന്ന് പറയുമ്പോൾ എതിർക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ജയിൽ നിറയ്ക്കൽ സമരം നടത്തും എന്നൊക്കെ. ഇതിനെല്ലാം ജയിൽ നിറയ്ക്കൽ സമരത്തിനും ഈ വഖഫ് ഭേദഗതി ആക്ട് കൊണ്ടുവരുന്നതിന് ഏറ്റവും കൂടുതൽ എതിര് നിൽക്കുന്ന ആരാന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ പരിശോധിച്ച PFIക്കാരന്, ഇവിടുത്തെ SDPIക്കാരന്, അല്ലെ തീവ്ര മതസംഘത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നവന്. അത് അവർക്ക് പിന്തുണയ്ക്കാൻ ഇന്ത്യയിലെ മുഖ്യധാര പാർട്ടികളും ഉണ്ടല്ലോ. ഉണ്ട്. മുഖ്യധാര പാർട്ടികളാണല്ലോ ഇത് ചെയ്തു കൊടുത്തത്. 54 ആരും ചോദിക്കാതെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ നിയമം ഭേദഗതി കൊണ്ടുവന്നത്? 54 നെഹ്റു എന്തിനാ ഇങ്ങനെ ഒരു വഖഫ് നിയമം കൊണ്ടുവന്നത്? അതിനുശേഷം 95 എന്തിനാണ് നരസിംഹറാവ് ഭേദഗതി ചെയ്തേ? അന്ന് നരസിംഹനെ 100 കോടി രൂപ കിട്ടിയെന്നാണ് പറയുന്നത് അന്നത്തെ കാലത്ത്. അറിയത്തില്ല, എന്നാലും പറച്ചിലുണ്ട്, ചുമ്മാ പറയത്തൊന്നുമില്ല. 2013 എന്തിനാ ഈ ഇങ്ങനെ ഭേദഗതി കൊണ്ടുവന്നേ? ആർക്കും വഖഫ് ഭൂമി ക്ലെയിം ചെയ്യാം, കൊടുക്കാം, ഏത് ജാതിക്കാരനും കൊടുക്കാം. ഏത് ജാതിക്കാരനും കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്നറിയോ? ഇപ്പം ഭൂരിപക്ഷം ഇരിക്കുന്ന ഹിന്ദുക്കളുടെ അമ്പലങ്ങളും പണ്ട് വഖഫിൻ്റെ ആണെന്ന് പറയുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ല, ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലല്ലോ. അല്ലെങ്കിൽ നോക്കുന്ന ഭൂമി മൊത്തം ക്ലെയിം ചെയ്യാം, ഇതൊക്കെ വന്നു. ഇപ്പം ഇതിനകത്തുള്ള ഇത് വരുമ്പം ഇത് മൊത്തം പ്രോപ്പർട്ടി മൊത്തം മാർക്ക് ചെയ്ത് വരുമ്പം വെളിയുള്ള പ്രോപ്പർട്ടി മാർക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ പ്രോപ്പർട്ടി തിരക്കുമ്പോൾ ആരുടെയാണ്? വഖഫിൻ്റെ ഇരിക്കുന്ന ഭൂമി ഫസ്റ്റിലെ നോക്കുമ്പോൾ തന്നെ 70% ഇപ്പം എനിമി പ്രോപ്പർട്ടിയാണ്. പണി എവിടെ ചെന്ന് കിടന്ന് ആരുടെ കേസ് കൊടുക്കാൻ പറ്റും? ഗവൺമെൻറ്റിന് ഇത് നോട്ടീസ് കൊടുത്തു. അപ്പം മാത്രമല്ല, ഇങ്ങനെ നോട്ടീസ് കൊടുത്തിട്ട് പിടിച്ചെടുക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ വഖഫിൻ്റെ ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനൊക്കുമോ? അവരുടെ നിയമം, അവർക്ക് അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ. കാരണം അവരുടെ ട്രൈബ്യൂണലല്ലേ തീരുമാനം എടുക്കാൻ പറ്റൂ. അവർക്ക് നോക്കുന്നതല്ല അവരുടെയെന്ന് പറയാൻ പറ്റത്തില്ലേ? ഇത് നോക്കുന്നതല്ല അവരുടെയെന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. ഇതിൻ്റെ നിയമം ഉണ്ടല്ലോ, ഇതിന് റെക്കോർഡുണ്ടല്ലോ. ഇപ്പോൾ പണ്ട് ഇവിടെ താമസിച്ചതിന് റെക്കോർഡ് നമ്മൾ പുറകോട്ട് കിടക്കുവാന്നല്ലോ, നമ്മുടെ റവന്യൂ റെക്കോർഡ്സൊക്കെ ഉണ്ടല്ലോ. അത് നോക്കുമ്പോൾ ഇവിടെ താമസിച്ചവൻ്റെ പ്രോപ്പർട്ടി ഇവിടെ ഉണ്ടതിന് റെക്കോർഡുണ്ട്. അവൻ പാകിസ്ഥാനിൽ പോയതിന് റെക്കോർഡുണ്ട്. അവൻ ഭൂമി ഇവിടെ കിടക്കുന്നത് പക്ഷേ അതിനെക്കാട്ടി മോശമായിട്ടുള്ള നിയമമില്ല. അത് ഭൂമിയുടെ റെക്കോർഡ് പോലും വേണ്ട, തീരുമാനിച്ചാൽ മതി, ഞങ്ങളുടെതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവരിപ്പം ഈ നിയമത്തിന് യാതൊരു രീതിയിലും പഴിക്കാൻ പറ്റത്തില്ല. കാരണം അത്തരത്തിലൊരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിന്, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെയുള്ളൊരു നിയമം, ഇതുപോലെ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു നിയമം, സുപ്രീം കോടതി പറഞ്ഞാൽ പോലും കേൾക്കണ്ടെന്ന് പറയുന്ന ഒരു നിയമം, സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഒക്കെ മുകളിലാണ് വഖഫ് ട്രൈബ്യൂണൽ, അല്ലെങ്കിൽ അതിന് നിലനിൽക്കാൻ സാധിക്കുമെന്നുള്ളൊരു നിയമം ഭേദഗതി ചെയ്യാൻ ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ അത് വേണ്ടാന്ന് പറയുന്നവർക്ക് ഇതിനകത്ത് എന്ത് പറയാൻ പറ്റും? ഇനി ഇല്ലാത്ത ആഭ്യന്തരമന്ത്രിക്ക് തീരുമാനിക്കത്തില്ലൊരു സാധാരണക്കാരന്, അല്ലെങ്കിൽ കോടതി വരണമെന്നൊക്കെ പറയുന്നതിനകത്ത് കാര്യം. ഇപ്പോൾ പാർലമെൻറ്റിൽ അങ്ങനത്തെ ബില്ലുണ്ടായതുകൊണ്ട് കോടതിക്കൊന്നും ഇടപെടാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു ബില്ലോട് ഇപ്പം ശ്രീത്ത് ചോദിച്ചതുപോലെ ഇപ്പം തന്നെ ഈ JPCയിൽ അത് പാസ്സായെന്ന് പറയുന്നു. അടുത്ത ദിവസം JPC വിറ്റ ബില്ല് വേണമെങ്കിൽ ഇവിടെ വെച്ച് പാസ്സാക്കാം. പക്ഷേ അതിനൊന്നും ഈ BJP പറയുന്നത് പോലെ ധൃതി കാണിക്കുന്നില്ല. BJP എന്താണ് വഖഫ് ഭേദഗതി നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനെ പറയുമ്പോഴും വലിയ എതിർപ്പാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഇപ്പോൾ JPC ബില്ല് പാസ്സായപ്പോൾ തന്നെ മതേതരത്വം തകർന്നു, ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള കടന്നുകയറ്റം എന്ന രീതിയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. അല്ല, പറയട്ടെ, അതിനകത്ത് പറയുന്നതിനകത്ത് ഈ മതേതരത്വം തകർന്നെന്നും ന്യൂനപക്ഷത്തിനെതിരെയുള്ള കടന്നുകയറ്റം എന്നൊക്കെ പറയുമ്പോൾ ഇത് ജനത്തിനിടയ്ക്ക് ചർച്ചയാക്കാനാണ് ഇതിൽ കൊണ്ടിട്ടേക്കുന്നത്. BJP അതുമല്ല, ഇപ്പം തന്നെ മുനമ്പത്ത് എല്ലായിടവും കയറി ഈ BJP എന്ന മുനമ്പത്തെ വിഷയത്തിനകത്ത് കൃത്യമായ അഭിപ്രായം പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ചെന്നിട്ട് വീണ്ടും നുണ പറഞ്ഞിട്ട് നിൽക്കില്ലേ? മുനമ്പം നിവാസികൾ ഒരു പരിധിവരെ അതിൻ്റെയൊക്കെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് അവിടുത്തെ അതിന് നേതൃത്വം കൊടുക്കുന്ന സഭാപതി അധ്യക്ഷന്മാർ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയുള്ളെങ്കിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്നില്ലേ പറഞ്ഞു. രാഷ്ട്രീയം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ അതിനകത്ത് തടസ്സം നിൽക്കുന്നതെന്നും, അല്ലെങ്കിൽ ഇത് ബില്ല് പാസ്സായില്ലെങ്കിൽ ആർക്കാ കുഴപ്പമെന്നുള്ള കാര്യം വരട്ടെ. അപ്പം ഈ രാഷ്ട്രീയമൊക്കെ ഉണ്ടാവില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള ബോധം. ഇവിടെ മുനമ്പങ്കാരൻ്റെ ബോധം എങ്ങനെ ഉണ്ടാവണ്ടേ? മുനമ്പങ്കാരൻ്റെ ബോധം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോപ്പർട്ടി എൻ്റെതാണ്, ആ പ്രോപ്പർട്ടി അല്ലാതാക്കാൻ വേണ്ടി ഒരു നിയമം ചില ആൾക്കാർക്ക് വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ് താല്പര്യം എടുത്ത് നടത്തി കൊടുത്തു. അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി എൻ്റെതാകുന്നതിന് വേണ്ടി ഒരു നിയമത്തിനകത്ത് തിരുത്തൽ കൊണ്ടുവരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയമായിരിക്കണം എൻ്റെ രാഷ്ട്രീയം. അതൊക്കത്തില്ല. BJP കൊണ്ടിട്ട് മുനമ്പങ്കാർ അല്ലെങ്കിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആൾക്കാരുടെ സുരക്ഷിതത്വം ഒക്കെ പ്രധാനമന്ത്രിയുടെയും BJPയുടെയും മാത്രം താല്പര്യം. പക്ഷേ ഞങ്ങൾ ആ BJPക്ക് വോട്ട് ചെയ്യത്തില്ല, ഞങ്ങളതിൻ്റെ ഭാഗമല്ലെന്ന് തീരുമാനിച്ച് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ BJPക്ക് ഇഷ്ടമുള്ള പാസ്സാക്കട്ടെ.
BJP താല്പര്യം അനുസരിച്ച് പാസ്സാക്കി. ഞാനീ പറഞ്ഞത് വഖഫ് ഭേദഗതി നിയമം ഇനി നാളെ കാലത്ത് പാർലമെൻറ്റിൽ വെച്ച് പാസ്സാക്കിയില്ലെങ്കിൽ പോലും ഇവിടുത്തെ വഖഫ് പിടിച്ചെടുത്ത ഭൂമി മൊത്തവും നാളെ കാലത്ത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നിയമമാണ് എനിമി പ്രോപ്പർട്ടി ബിൽ എന്ന് പറയുന്നത്. അത് 2014 അത്തരത്തിൽ തന്നെ കൃത്യതയോടുകൂടി അതിന് മാറ്റം വരുത്തി അല്ലെങ്കിൽ നിയമത്തിന് വ്യത്യാസം വരുത്തി പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. അതോടുകൂടി ഇപ്പം ഇരിക്കുന്ന 9 ലക്ഷം ത്തോളം ഏക്കർ ഭൂമിയും അതിൻ്റെ വരുമാനവും ഏകദേശം ആദ്യത്തെ ഇതിൽ തന്നെ 70% ഈ എനിമി പ്രോപ്പർട്ടിക്കകത്ത് വരുന്നതാണ്. ഇനി അത് ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ ബാക്കിയും പോകുന്ന ഒരവസ്ഥയുണ്ട്. മാത്രവുമല്ല വളരെ കൂടുതൽ പ്രോപ്പർട്ടികൾ ഇതുപോലെ എനിമി പ്രോപ്പർട്ടി ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇവിടെ പല കുത്തകകളുടെയും കയ്യിലും അല്ലെങ്കിൽ പല തൽപര കക്ഷികളുടെയും കയ്യിലുണ്ട്. അതെല്ലാം ഗവൺമെൻറ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു 40ഓളം പ്രദേശം നമ്മുടെ ഈ പറയുന്ന പോലെ കേരളത്തിലുമുണ്ട്. അത് കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലാണ്. അപ്പം ഇത് പിടിച്ചെടുക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമം വരുന്നതോടുകൂടി മാത്രവുമല്ല ഇവിടുത്തെ PFIക്കാരൻ അവൻ പോലും അറിയാത്തൊരു നിയമം, ഈ രാജ്യവിരുദ്ധ ശക്തികളായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ പോരാടുന്ന ആൾക്കാരെ രാജ്യത്തിൻ്റെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കാനും അവൻ്റെ പ്രോപ്പർട്ടി ഇതേ നിയമത്തിൽ പിടിച്ചെടുക്കാനും ചോദ്യം പോലും ഉള്ളൊരു ഭേദഗതിയും കൂടി ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ പറയുന്ന പോലെ PFI എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ സംഘടനയാണ്. സുപ്രീം കോടതി അല്ലെങ്കിൽ കോടതി വരെ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവൻ രാജ്യവിരുദ്ധ ശക്തികളാണല്ലോ. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ താഴെ നിൽക്കുന്ന SDPക്കാരനൊക്കെ നാളെ കാലത്തെ 10 കേസ് വരുമ്പോൾ അവൻ രാജ്യവിരുദ്ധ ശക്തിയായിട്ട് മാറും. അതായത് ഇതിന് ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യക്കെതിരെ പണിയുന്ന എല്ലാവൻ്റെയും സ്വത്തും സമ്പത്തും അവൻ്റെ നിലനിൽപ്പൊക്കെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതറിയാതെയാണ് തീയുടെ മുമ്പിൽ കടന്ന് തുള്ളുന്നത് പോലെയാണ് ഇവരിപ്പോഴും തുള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ കൂടുതലായി ഈ BJPയുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ ഒരു നീക്കം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളത് പഠിക്കേണ്ടത് ഇവരിതുവരെ പഠിച്ചിട്ടില്ല. CAA സമരം ശ്രീത് ശ്രദ്ധിച്ചായിരുന്നു. CAA സമരത്തിൻ്റെ സമയത്ത് അനങ്ങിയില്ല. ആദ്യത്തെ 2-3 മാസം അല്ലെങ്കിൽ 1-2 മാസം എല്ലാ ആൾക്കാരും വെളിയിൽ അനങ്ങാതെ വന്നപ്പോഴത്തേന് ഈ സമരം കയറി അങ്ങോട്ട് മൂർച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിചാരിച്ചു ഗവൺമെൻറ് പരാജയം. അപ്പം ഈ സമരത്തിന് ആദ്യം നേതൃത്വം കൊടുത്ത് അകത്തിരുന്നവർ കുറേ പേര് അകത്തിരുന്നു, വമ്പന്മാർ പിള്ളേരെ കൊണ്ട് അല്ലെങ്കിൽ വേറെ കൊടുത്തു. അവസാനം ഇതങ്ങോട്ട് മൂത്ത് വന്നു ജയിക്കുന്ന ഒരവസ്ഥ വന്നപ്പോഴത്തേന് എന്നാൽ ഇനിയും കുഴപ്പമില്ലല്ലോ ഇറങ്ങാമല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ഇറങ്ങി. എല്ലാം കൂടെ മാളത്തിൽ നിന്ന് പോച്ച് വെളിയിൽ ചാടിക്കുന്ന വേണം എല്ലാവരും കൂടെ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു സുപ്രഭാതം മൊത്തത്തിനെയും പിടിച്ച് അറസ്റ്റ് ചെയ്ത് അന്നെടുത്തേക്കുന്ന 1000-1500ഓളം കേസാണ്. ഇപ്പോഴും വെളിയിൽ വരാത്ത അല്ലെങ്കിൽ ജാമ്യം കിട്ടാത്ത വകുപ്പനുസരിച്ച് കേസെടുത്തുള്ളൂ. മൊത്തം ആൾക്കാർ ഇവർ പിടിച്ചെന്നുള്ളതിൻ്റെ അതുപോലെ തന്നെയാണ് ഇവർ ചില സാധനങ്ങൾ വളരെ ഗോപ്യമായിട്ട് വെച്ചിട്ട് ഇതൊന്നും അറിയാതെ കിടന്ന് തുള്ളിയിട്ട് ഇതിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ രാജ്യവിരുദ്ധമായിട്ടല്ലെങ്കിൽ പ്രവർത്തനമായിട്ട് നിൽക്കുന്നവരൊന്നും അറിയുന്നില്ലല്ലോ. അവസാനം ഇത് കേസ് വന്നു കഴിയുമ്പോൾ ഇത് മൊത്തം പോകും. അപ്പോൾ ഇതാരൊക്കെയാണ് ഇന്ത്യയുടെ ആകേണ്ടതും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമല്ലാത്തതെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് ഒളിച്ചിരുന്ന് പിടിക്കുന്ന ഒരവസ്ഥ BJPക്കുണ്ട്. ഏതായാലും എനിമി പ്രോപ്പർട്ടി ബിൽ വരുന്നതോടുകൂടി വഖഫ് ഭേദഗതി ബില്ലിന് പ്രസക്തിയില്ലാതാകും. അതില്ലെങ്കിലും കുഴപ്പമില്ല. അത് വേണ്ടത് ഇനി മുനമ്പത്തുകാർക്കും ചില ആൾക്കാർക്കും ഒക്കെയാണ്. അത് BJP ആലോചിക്കട്ടെ. BJPക്ക് അതിനകത്ത് വലിയ താല്പര്യമില്ലായ്മ കാണിച്ചതിൻ്റെ യഥാർത്ഥ കാര്യം ഇതുതന്നെയാണ്.